ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാനിവിടെ ഇപ്പം ഞങ്ങളുടെ അഷ്ടമുടിയുടെ ബ്യൂട്ടി അക്കാഡമിയിൽ ഞാൻ നെയിലാർട്ടിൻ്റെ ക്ലാസ്സിന് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഇടാൻ പോകുന്നത്. ഇതൊക്കെയാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുമാണ്. ഞങ്ങളെല്ലാവരും ഒരു സ്ഥാപനമാണെങ്കിലും ഞങ്ങളെല്ലാം ഡിഫറെൻറ്റ് ബ്രാഞ്ചസാണ്. അതിൽ ഞാൻ പിടിച്ച് കാണിച്ച ആൾ മാത്രം പുറത്തുനിന്നാണ്. ആര്യ എന്നാണ് അവളുടെ പേര്. പിന്നെ ഞാൻ ഇതിലിപ്പോൾ കാണിക്കുന്നത് നമുക്ക് പഠിക്കാനുള്ള ഓരോ പ്രോഡക്റ്റുകളാണ്. ഇതൊക്കെ ഇന്നലെ ഞാൻ ചെയ്ത നെയിൽ ഷേപ്പിംഗ് ആയിരുന്നു. ഫസ്റ്റ് ഡേ ആയിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല, ഇത് സെക്കൻഡ് ഡേ ആണ്. നെയിൽ ഷേപ്പ് ചെയ്തത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പം ഓരോ പ്രോഡക്റ്റുകളും സാറിങ്ങനെ ഞങ്ങൾ കൊണ്ടുവച്ചു, പ്രോഡക്റ്റെല്ലാം പരിചയപ്പെടുത്തി. അത് അത്തു, ഇത് ഇഷാനി, ഇത് ബിന്ദു ചേച്ചി, സിമി ചേച്ചി, ഇത് ജസ്ന, അപ്പുറത്തിരിക്കുന്ന രേഷ്മ, അത് ഞങ്ങളുടെ സാറാണ്. യെല്ലോ ഷർട്ട് ഇട്ടേക്കുന്നതാണ് ഞങ്ങളുടെ സാറ്. അപ്പോൾ സാറ് ഓരോ പ്രോഡക്റ്റൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ബ്ലൂ സ്കൈയും ഷില്ലിൻ്റെ പ്രൊഡക്റ്റുമാണ് നമുക്കിവിടെ ഇപ്പോൾ നമുക്ക് പഠിപ്പിക്കാനായിട്ടുള്ളത്. കൂടുതലും ബ്ലൂ സ്കൈ ആണ് ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പഠിപ്പിച്ചിരുന്ന സാറ്. അപ്പോൾ ഓരോ സാധനങ്ങളെ കൊണ്ടുവന്ന് പിന്നെ അതിൻ്റെ ഇടയിൽ ടീ കുടിക്കാനുള്ള സമയം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അതാ ചായയൊക്കെ കുടിക്കണം. നമുക്ക് ചായയൊക്കെയാണല്ലോ മെയിൻ ഇതിൻ്റെ ഇടയിൽ ക്ലാസ് ആയാലും. പിന്നെ സാർ ഞങ്ങൾക്ക് ഇതിപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡേയിലെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ജെൽ പോളിഷ് ആയിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് ഇടുന്നത്, അതിൻ്റെ പ്രോസസ്സൊക്കെ എങ്ങനെയാണെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് അത്തുവിൻ്റെ കയ്യിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത്തുവിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ബേക്കിലിരുന്ന് ക്ലാസ്സിൻ്റെ വീഡിയോയും ഇങ്ങനെ ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ട് ഇടാൻ വേണ്ടി ഞാൻ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ എടുക്കുകയാണ്. അപ്പോൾ അത്തുവിൻ്റെ കയ്യിലാണ് ഫസ്റ്റ് സാർ ഇത് നമുക്ക് കാണിച്ചു തന്നത്. കാരണം അത്തുവിൻ്റെ കയ്യിൽ കുറച്ചധികം നെയിൽസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനാണ് ചെയ്തത്. പിന്നെ നമുക്ക് നെയിൽ പ്രാക്ടീസ് ആയിരുന്നു നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കയ്യിൽ ചെയ്യുകയാണ്. ഫസ്റ്റ് നമ്മൾ ബഫറിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോഫ്റ്റ് ബഫറിങ് ചെയ്യുകയാണ്. ഫൈൽ ചെയ്ത് കഴിഞ്ഞിട്ട് സോഫ്റ്റ് ബഫറിങ് ചെയ്യുകയാണ് നമ്മൾ. പിന്നെ ഞാൻ ബഫറൊക്കെ ചെയ്ത് ഞാൻ ഷേപ്പൊക്കെ ചെയ്തിട്ട് എൻ്റെ നെയിൽസ് ഞാൻ തന്നെ സ്വന്തമായിട്ട് കാണിക്കുകയാണ്. ഇതാണ് ഞാൻ റൗണ്ട് ഷേപ്പാണ് ചെയ്തത്. കാരണം ഓൾറെഡി എൻ്റെ കയ്യിൽ നെയിൽ കുറവായത് കൊണ്ട് തന്നെ പിന്നെ ഞാൻ അതിൽ ഷേപ്പ് ചെയ്ത് വന്നപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ. ഫുള്ള് നമ്മൾ നല്ലപോലെ ഷേപ്പൊക്കെ ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. അടുത്തത് അത്ത് സ്വന്തമായിട്ട് അത്തുവിൻ്റെ കയ്യിൽ ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കുന്നത്. എല്ലാവരും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ അപ്പുറത്ത് ആരി ഇരുന്ന് ചെയ്യുന്നു. ഇതാണ് അമലക്കുട്ടി ഇരുന്ന് കുട്ടികൾ കട്ട് ചെയ്യാണ്. ഇഷാനി ഇതാണ്ട് ഷേപ്പ് ചെയ്ത് നെയിൽ ഷേപ്പ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്ത്. അങ്ങനെ എല്ലാവരും ഓരോരോ വർക്കിലായിട്ട് ഇരിക്കണം. അതിന് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെയിൽ പോളിഷൊക്കെ ഇട്ട വീഡിയോ ഞാൻ എടുത്തില്ല. നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ടാണ്ട് നെയിൽ പോളിഷ് അല്ല, ഇതിപ്പം ബേസ് കോട്ട് ഇട്ടിട്ട് നമ്മൾ ക്യൂർ ചെയ്യാൻ വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത കളർ ഇതാണ്. അവിടെ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എടുത്ത കളർ ഇതായിരുന്നു. എനിക്ക് കുറച്ച് ഇഷ്ടമാണ് ഇങ്ങനത്തെ കളേഴ്സൊക്കെ, ബ്രൈറ്റ്സ് കളേഴ്സ് കുറച്ച് ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് കോട്ട് ഞാൻ നെയിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിങ്ങനെ നമ്മൾ അത്രയധികം നമ്മൾ സാധാരണ നെയിൽ പോളിഷ് ചെയ്യും കണക്കല്ല, നമ്മൾ അത്രയധികം നോക്കി വേണം. കാരണം ക്യൂട്ടിക്കളിൻ്റെ അവിടെ ഇവിടെയൊന്നും പറ്റാൻ പാടില്ല. അപ്പോൾ ഇട്ടിട്ട് പിന്നെ ഞാൻ ക്യൂർ ചെയ്ത ശേഷമുള്ള വീഡിയോ ആണ് ഇത്. ക്യൂർ ചെയ്യാൻ പോവുകയാണ് ഞാൻ. ക്യൂർ ചെയ്ത ശേഷമുള്ള വീഡിയോ ആണ് ഇത്. അതിന് മുന്നേ ഉള്ള വീഡിയോ ഒന്നും എടുത്തില്ല. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ എല്ലാം ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഇവിടെ ഓരോരുത്തരൊക്കെ ഇടുന്നതേ ഉള്ളൂ. ഈശാനിയുടെ അത് കഴിഞ്ഞിട്ട് ജിസ്നയുടെ കയ്യിൽ ജിസ്ന ചെയ്തത് എന്തോ ഇതായപ്പോഴത്തേക്ക് സാറിനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുത്ത് എങ്ങനെയാണ് സാർ ചെയ്യേണ്ടത്. അങ്ങനെ സാർ അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്ത് കാണിക്കണം. കാരണം നമ്മൾ ക്യൂർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പ്രോപ്പറായിട്ട് സൈഡ് വാൾസിലൊക്കെ ഉള്ള നെയിൽ പോളിഷൊക്കെ നമ്മൾ കളഞ്ഞിട്ട് വേണം നമ്മൾ ക്യൂർ ചെയ്യാൻ വെക്കുക. കാരണം ക്യൂർ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ റിമൂവ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. അങ്ങനെ നെക്സ്റ്റ് ഇനി എൻ്റെ കയ്യിലോട്ട് ജിസ്ന ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഐഷാനി എൻ്റെ അടുത്തിരിക്കുന്നത് ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇഷാനെ ചെയ്യുന്നത് ബിന്ദു ചേച്ചിയുടെ കയ്യിലാണ്, ജിസ്ന എൻ്റെ കയ്യിലുമാണ് ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെയ്യാമല്ലോ, അങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ സെക്കൻഡ് ഡേ ആയതുകൊണ്ട് അത്രയും ടൈമാണ് നമ്മൾ കിട്ടുന്നത്. അങ്ങനെ എനിക്ക് ഹൈറ്റ് കുറവേണ്ട അവൾ എണീറ്റ് നിന്നൊക്കെയാണ് ചേച്ചിക്ക് ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഷോ ഓഫാണ് ഇതൊക്കെ. രണ്ട് കയ്യിലും നല്ല അടിപൊളി കളറുമായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നതിന് മുന്നേ തന്നെ സാധനങ്ങളെല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചു. ക്യൂട്ടിക്കൽ കട്ടർ, ബഫർ, പിന്നെ ഡസ്റ്റർ, ക്യൂട്ടിക്കൽ പുഷർ എല്ലാം ഞങ്ങളവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. കാരണം നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ട് വേണം പോകാൻ. കാരണം പിറ്റേന്ന് നമുക്ക് അത് തന്നെ എടുത്ത് ഉപയോഗിക്കാനുള്ളതാണ്.
നെക്സ്റ്റ് അതായത് ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് ഈ ക്ലാസ് എന്ന് പറയുന്നത്. ഡേ 3 ആണിത്. ഡേ 3 നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത് റഷ്യൻ മാനിക്യൂറാണ്. റഷ്യൻ മാനിക്യൂർ എന്ന് പറയുന്നത് നമുക്ക് അതായത് നമ്മൾ ഇന്നലെ ക്യൂട്ടികൾ പുഷ് ചെയ്താണ് ചെയ്തത്. ഇന്ന് ക്യൂട്ടികളിനെ നമ്മൾ പുഷ് ചെയ്ത ശേഷം നമ്മൾ ഈ ഡ്രിൽ മെഷീൻ വെച്ച് നമ്മൾ ഒന്നും കൂടെ പുഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാവും ക്യൂട്ടിക്കിൾസൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ക്ലാസ്സാണ് ഇന്ന് സാറ് എടുക്കുന്നത്. സാറ് എല്ലാം വളരെ കൃത്യമായിട്ടും പറഞ്ഞത്. പുള്ളിക്കാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഒരു പേഷ്യൻ ലെവൽ ഭയങ്കര ഹൈ ആണ്. ഇതിനിപ്പോൾ ഞാൻ കൊണ്ടുവന്ന മോഡൽസിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഇത് ചെയ്തിരുന്നത്. കാരണം നമുക്ക് ആരുടെയെങ്കിലും കയ്യിൽ ചെയ്യണമല്ലോ. അപ്പോൾ എനിക്കൊരു മോഡൽസിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിക്കാരുടെ കയ്യിൽ ഇങ്ങനെ ചെയ്യുകയാണ്. ആദ്യമൊക്കെ ചെറിയ പേടി ഉണ്ടായിരുന്നു ഡ്രിൽ മെഷീൻ വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക്. പിന്നെ ഇതിപ്പോൾ 4th ഡേ ക്ലാസ്സാണ്. ആ ക്ലാസ് കഴിഞ്ഞു. അത് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് 4th ഡേ ക്ലാസ്സാണ്. ഇത് നമുക്ക് സോഫ്റ്റ് ജെൽ എക്സ്റ്റൻഷനാണ് നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നത്. സാറപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് നമ്മൾ സോഫ്റ്റ് ജെല്ല് വെക്കേണ്ടതല്ല എന്നതിനെക്കുറിച്ച് സാറ് എടുത്തു തരികയാണ്. അപ്പോൾ എൻ്റെ സോഫ്റ്റ് ജെല്ലിൻ്റെ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ തന്നെയാണ്, നീനുമാണ്. പാവം അവളാണ് വന്നേക്കുന്നത്. അപ്പോൾ അവളെ കയ്യിലാണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പം നമ്മളതിന് വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ എടുക്കണം. നമ്മൾ ഭയങ്കര സന്തോഷത്തിലിരിക്കണം. അപ്പോൾ അവളങ്ങനെ ഇതിപ്പോൾ ഞാൻ സോഫ്റ്റ് ജെല്ല് വെച്ച ശേഷം എടുത്തതാണ്. നമ്മളത് ഫിക്സ് ചെയ്ത് ഫുള്ള് കട്ട് ചെയ്ത് ഫിക്സ് ചെയ്ത് എല്ലാം ഫുള്ള് ഞാൻ ചെയ്ത ശേഷമുള്ള വീഡിയോ ആണ് അത് ഞാൻ കാണിച്ചിരിക്കുന്നത്. എല്ലാം ചെയ്ത് പിന്നെ ഞങ്ങളത് പോകുന്നതിന് മുന്നേ എല്ലാവരും കൂടെ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ ഈശാനി ജിഷ്ണ ഇത് എൻ്റെ 5th ഡേയുടെ ക്ലാസ്സിൻ്റെ ആണ്. രാവിലെ വെറുതെ ബസ്സിലിരിക്കുമ്പോൾ വേറെ പണിയൊന്നുമില്ല, അങ്ങനെ എടുത്ത വീഡിയോ ആണ്. ഞങ്ങൾ അവിടെ വന്ന ശേഷം ഇന്നത്തെ ക്ലാസ് എന്നത് ഗം ജെൽ എക്സ്റ്റൻഷനാണ്. കുറച്ച് ടഫുമാണ് ഗം ജെൽ എക്സ്റ്റൻഷൻ പഠിക്കാനായിട്ട്. അപ്പോൾ സാറ് അതിൻ്റേതായിട്ടുള്ള ഏതൊക്കെ പ്രോഡക്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണത് ചെയ്യുന്നത് എല്ലാം സാറ് പറഞ്ഞു തരികയാണ്. നമ്മൾ അത് എങ്ങനെ വെക്കണം എല്ലാം. സാർ അത്രയും ഒരു പേഷ്യൻ ലെവൽ ഒരു കൂടുതലുള്ള സാറ് തന്നെയാണ്. ഞാൻ മുന്നേ പറഞ്ഞ കണക്ക് തന്നെ അത്രയും എല്ലാ കാര്യവും നമുക്ക് A to Z എല്ലാ കാര്യമാണ് സാറ് പറഞ്ഞു തരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫ്രീ ടൈം കിട്ടിയ സമയത്ത് പിന്നെ സ്നാപ്ചാറ്റ് എടുത്ത് ഞങ്ങൾ ഓരോന്ന് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഞാൻ അമല ജിസ്നെ കുട്ടിയാണ് ഞാൻ സാറിനെ എടുത്തിടയ്ക്ക് വെച്ച്. അത് കഴിഞ്ഞിട്ട് ഇതെന്ന് പറയുന്നത് ഞങ്ങളുടെ 6th ഡേ ആണ് വന്നേക്കുന്നത്. 6th ഡേയിൽ ഞങ്ങൾക്ക് ആർട്ടാണ്. ഏതെല്ലാം തരത്തിലുള്ള ആർട്ടുകളാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതിപ്പം സാറ് ചെയ്യുന്നത് ക്യാറ്റൈയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് ക്യാറ്റൈ ബ്ലോസം ഒക്കെ. ക്യാറ്റൈ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു മാഗ്നറ്റ് വെച്ച് ആ ഒരു ഈ ടെക്നോളജിയൊക്കെ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നെയിൽ പോളിഷിനൊരു പിന്നെ സാറ് കാണിച്ചത് സ്പൈഡർ ജെല്ലായിരുന്നു. സ്പൈഡർ ജെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രോഡക്റ്റിനെ എടുത്തിട്ട് നമുക്ക് വല പോലെ അതുപോലെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അതൊക്കെ ഭയങ്കര ഒരു കണ്ടോണ്ടിരിക്കാനും നല്ല രസമുള്ളൊരു കാര്യമായിരുന്നു. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയും വേണം. ഞാൻ ചെയ്യുകയും ചെയ്തായിരുന്നു. പിന്നെ കാണിച്ചതെന്ന് വെച്ചാൽ ഫോൾ ഡൗൺ ആണ്. അത് ഇങ്ങനെ വീഴുന്നത് കണക്കുള്ള അതൊക്കെയാണ് അടുത്തത് ചെയ്തത്. എല്ലാം ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതിനും പല മെറ്റീരിയൽസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഞാനും ആയും കടയ്ക്കൊക്കെ വന്നു. എല്ലാ ക്ലാസ്സും കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ 9 മണിയായി. പിന്നെ ഇതിപ്പം ലാസ്റ്റ് ഡേ 7th ഡേ ഞാൻ എൻ്റെ അനുവിനെയും കൊണ്ടാണ് വന്നത് ക്ലാസ്സിന്. കാരണം എനിക്ക് നല്ലൊരു മോഡലാണ് ആർട്ടും എല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അനുവിനെയാണ് കൊണ്ടുവന്നത്. അമല അങ്ങോട്ട് പോണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഇന്നലെ ഡേ 6 ചെയ്ത എൻ്റെ ആർട്ടുകളാണ്. ഇതാണ് ഞാൻ ചെയ്ത ആർട്ടുകൾ. ഞാൻ എല്ലാത്തിലും ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പോഴത്തേക്കൊണ്ട് എൻ്റെ വേറൊരു ഫ്രണ്ട് വന്ന് ആര്യയുടെ മോഡൽ വിദ്യയാണ്. അപ്പോൾ വിദ്യയെ കണ്ട് അതിനുശേഷം എന്താ ഇത് മൊമോസ് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് നല്ല വിശന്നിരിക്കുമായിരുന്നു. മൊമോസ് കൊണ്ടുവന്ന് നല്ല മൊമോസായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണ ഷോപ്പിൽ പോയി മേടിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഗം ജെല്ലിലാണ് നമ്മൾ ആർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അനുവിൻ്റെ കയ്യിൽ ഗം ജെൽ എക്സ്റ്റൻഷൻ ചെയ്യുകയാണ്. നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് മോഡൽസിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് എത്ര നിങ്ങളെ വേണം. കാരണം അവർക്കത് മാനേജ് ചെയ്യാനുള്ള ഒരു ഇതും കൂടെ വേണമല്ലോ. അങ്ങനെ എല്ലാം ചെയ്ത് നിങ്ങളിപ്പോൾ അതിൻ്റെ ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്.
ഒരു മോഡൽസിനാണ് നമുക്ക് തരുന്നത്. അനു തന്നെയായിരുന്നു എൻ്റെയും ജിസ്നയുടെയും മോഡൽ. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഓരോ കയ്യിലാണ് ചെയ്യുന്നത്. ഞാൻ ഇടത്ത് കയ്യിലും അവൾ വലത്ത് കയ്യിലും. അപ്പോൾ എന്താ ഞങ്ങൾ ഫ്രഞ്ച് നെയിൽ ചെയ്തിട്ട് ഇതാണ് ചെയ്യുന്നത്. ഫ്രഞ്ച് നെയിൽ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഓരോ മോഡലുകൾ പിൻട്രസ്റ്റിൽ എടുത്തൊരു അവൾക്ക് തന്നെ ഇഷ്ടപ്പെട്ടൊരു എടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. പുള്ളിക്കാരിക്ക് അത് മതി എന്ന് പറഞ്ഞ്. അപ്പം എല്ലാം കഴിഞ്ഞു. ഇതാണ് എൻ്റെ ലാസ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് അറിയാവുന്ന കുറേ വർക്കുകൾ ഞങ്ങൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. സാറ് പറഞ്ഞ മിക്കുള്ളത് ഞങ്ങളത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് ലുക്ക്. ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരുന്നു ക്ലാസ്സിൽ. 7 ദിവസം കൊണ്ട് നമുക്ക് നല്ലതുപോലെ കോൺഫിഡൻസിബിലിറ്റി പറയാൻ നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ആ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ഞങ്ങളെല്ലാം. അപ്പോൾ എല്ലാവരും പോകും, അതിൻ്റെ വിഷമവും ഉണ്ട്. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ട്. എല്ലാ സാധനങ്ങളും ഞങ്ങൾ 7 ദിവസം കൊണ്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പും അവിടെ ഞങ്ങൾക്ക് നല്ലൊരു നെയിൽ ആർട്ടിസ്റ്റ് ആവാനും സാധിച്ചു എന്നുള്ള എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരും നെയിൽ ആർട്ട് പഠിക്കുക. താങ്ക് യു.